എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്, മുപ്പട്ട് വ്യാഴാഴ്ചയാണ്. ഗുരുവായൂരപ്പനെ വന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഒപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടായിട്ടുള്ള സുധിയെ കാണാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് ഇന്ന് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂർ വെച്ചിട്ട് സാധിച്ചു. വളരെയധികം സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു മലയാള മാസത്തിൻ്റെ പ്രത്യേകത, ഈ മലയാള മാസത്തിലാണ് ഭഗവാന്റെ ഉത്സവം വരുന്നത്. മാർച്ച് മുതൽ ഭഗവാന്റെ ഉത്സവം തുടങ്ങുകയാണ്. വളരെയധികം ഗംഭീരമായിട്ടുള്ള ഉത്സവമാണ് ഇപ്രാവശ്യം എന്നാണ് കേട്ടത്. ഒരു വിധത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല. നമുക്ക് ഏകാദശിക്കൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ കൊണ്ട് തന്നെ മാറി. ആന കൊണ്ടും മേളം കൊണ്ടും ഉത്സവം കൊണ്ടൊക്കെ ഗംഭീരമായിട്ടുള്ള ഘോഷമായിട്ടുള്ള ഉത്സവം ഗുരുവായൂർ നടക്കാൻ പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം വളരെയധികം ഉണ്ട്. അപ്പം ഇന്ന് മലയാള മാസം 1-ാം തീയതി 30 വ്യാഴാഴ്ചയായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട സുധിയുടെ ചാനൽ വളരെ ഞാൻ പ്രഭാഷണമൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഗുരുവായൂരത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഫോളോ ചെയ്തിരുന്ന ചുരുക്കം ചില ചാനലുകളൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന് സംസാരിക്കാൻ സാധിച്ചതിലും വലിയ സന്തോഷം. ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനും എല്ലാ വിധത്തിലുള്ള നന്മകളും നൽകട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.